ഭൂമിയിൽ ജീവൻ ഉടലെടുത്തത് എങ്ങനെയാണ് എന്ന് ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതുകൊണ്ട് ജീവിവർഗങ്ങളിൽ പരിണാമമേ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ചോദ്യം വളരെ ലോജിക്കലാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. ജീവൻ ഉണ്ടായതെങ്ങനെ നമുക്കറിയില്ല. എന്നാലും ജീവികളിൽ പരിണാമം സംഭവിച്ചുകൂടെ? സംഭവിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ലല്ലോ എന്നതാണല്ലോ ചോദ്യം. ശരിയാണ്, ഭൂമിയിലെ ആദ്യത്തെ ഏകകോശ ജീവി, അതിനെ ശാസ്ത്രലോകത്ത് ലൂക്ക എന്നാണ് വിളിക്കുക. ദി ലോവസ്റ്റ് കോമൺ ആൻസിസ്റ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ലൂക്ക. ഈ ജീവി ഉണ്ടായി എന്ന് വെക്കുക. ഉണ്ടായതെങ്ങനെ നമുക്കറിയില്ല എന്നും സങ്കല്പിക്കുക. ഇനി പരിണാമചക്രം കറങ്ങണം. അതായത് ഏകകോശ ജീവി ബഹുകോശ ജീവിയായി മാറേണ്ടതുണ്ട്. ഒരു കോശമുള്ള ജീവി പല കോശങ്ങളുള്ള ജീവികളായി മാറി മാറി പരിണമിച്ചു വരേണ്ടതുണ്ട്. അതാണല്ലോ പരിണാമത്തിന്റെ തുടക്കം. അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. ആദ്യത്തെ ജീവി ഉണ്ടായത് നമുക്കറിയില്ല. ശാസ്ത്രത്തിന്റെ കയ്യിൽ അതിന് ഉത്തരമില്ല. ആർക്കും ഒന്നും അറിയില്ല എന്ന് തന്നെ സമ്മതിക്കുക. എന്നാൽ അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിനെ കുറിച്ച് നമുക്ക് വല്ലതും അറിയാമോ? ഈ ഏകകോശ ആദ്യമായി എങ്ങനെയോ ഉണ്ടായ ഏകകോശ ജീവിയായ ലൂക്ക, അതിൽ പരിണാമം സംഭവിച്ച് എങ്ങനെയാണ് അത് ബഹുകോശ ജീവിയായി മാറിയത്? എന്തായിരുന്നു സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ശാസ്ത്ര രംഗത്ത് നിരവധി പരികൽപ്പനകൾ, നിരവധി ഊഹാപോഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് സത്യസന്ധമായി ഗവേഷണ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ട ഒന്നുമില്ല. ഒരുപാട് സങ്കല്പങ്ങളും പരികൽപ്പനകളുമാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയല്ല, ജസ്റ്റ് അതിന്റെ സിദ്ധാന്തത്തിന്റെ പേരുകൾ മാത്രം പറഞ്ഞു പോകാം. അത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. ഒറിജിൻ ഹൈപ്പോതെസിസ്, ഏകകോശ ജീവി എങ്ങനെയാണ് ബഹുകോശ ജീവിയായി മാറിയത്, അതിന്റെ മാറ്റം എങ്ങനെയായിരുന്നു എന്ന് പ്രസ്താവിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അതുപോലെ മറ്റൊന്ന് സിംബയോട്ടിക് തിയറി. ഇത് ഏകകോശ ജീവി ബഹുകോശ ജീവിയായതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന മറ്റൊരു സിദ്ധാന്തമാണ്. ഇനി വേറെ ഒന്നുള്ളത് ദ സെല്ലുലറൈസേഷൻ തിയറി. ഇതാണ് മൂന്നാമത്തെ ഒരു സിദ്ധാന്തം. സിദ്ധാന്തങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പിടിപാടില്ല എന്നാണ്. കുറെ ആളുകൾ ഒറിജിൻ ഹൈപ്പോത്തിസിസ് അംഗീകരിച്ചു പോകുന്നു. ചില ആളുകൾ സിംബയോട്ടിക് തിയറിയാകാം, അതിൽ പറയുന്ന കാര്യങ്ങളാകാം ബഹുകോശ ജീവി ഉണ്ടാകാൻ കാരണം എന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടും ശരിയില്ല എന്ന് വിശ്വസിക്കുന്നയാള് മൂന്നാമത്തെ വേറൊരു സിദ്ധാന്തമായി വരുന്നു. ദ സെല്ലുലറൈസേഷൻ തിയറി എന്ന പേരിൽ അത് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. കൊളോണിയൽ ഫ്ലാജല്ലേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന പേരിൽ വേറൊരു സിദ്ധാന്തമുണ്ട്, ഒരു പരികൽപ്പനയുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ജി കെ പിഡ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന വേറൊരു സിദ്ധാന്തമുണ്ട്. ഗ്വാനുലേറ്റ് കൈനേസ് പ്രോട്ടീൻ ഇന്ററാക്ഷൻ ഡൊമൈൻ എന്നതിന്റെ ഷോർട്ട് ഫോമാണത്. ചുരുക്കത്തിൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു 5-6 സിദ്ധാന്തങ്ങളാണ് ഇതിൻ്റെതായി ശാസ്ത്രലോകത്ത് നിലനിൽക്കുന്നത്. അഥവാ ആദ്യമായി ഉണ്ടായിരുന്ന ഏകകോശ ജീവി എങ്ങനെയെങ്കിലും ഉണ്ടായി എന്ന് സങ്കല്പിച്ചാൽ പോലും അത് ബഹുകോശ ജീവിയായിട്ടൊന്ന് പരിണമിക്കണമല്ലോ. ആ പരിണാമം എങ്ങനെയായിരുന്നു ആദ്യമായി സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ ആരുടെ കയ്യിലുമില്ല. കുറെ പരികൽപ്പനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാകാം, അങ്ങനെയാകാം, വേറെ രൂപത്തിലാകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഊഹങ്ങളും പരികൽപ്പനകളും മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ഒന്നുപോലും തെളിയിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഒന്നാമത്തെ ജീവി എങ്ങനെയുണ്ടായി എന്നതുപോലും നമുക്കറിയില്ല. ഇനി എങ്ങനെയോ ഉണ്ടായി എന്ന് വിചാരിച്ചാൽ പോലും ആ ഒന്നാമത്തെ ലൂക്ക എന്ന ഏകകോശ ജീവി അത് പിന്നീട് ബഹുകോശ ജീവിയായി മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനും നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. പിന്നെ ഏതിനാണ് ഉത്തരമുള്ളത്? ഏത് പോയിന്റിൽ പരിണാമം സംഭവിച്ചതിനാണ് നമ്മുടെ കയ്യിൽ ഉത്തരമുള്ളത്? പരിണാമത്തിന്റെ ഒരു ഘട്ടം പോലും സംശയാതീതമായി കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തവും ഇന്ന് ലോകത്ത് നിലവിലില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് സ്ഥൂല പരിണാമം, ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസായി മാറുന്ന സ്ഥൂല പരിണാമം അഥവാ മാക്രോ ഇവല്യൂഷൻ, അത് തെളിവില്ലാത്ത, ശാസ്ത്രീയമല്ലാത്ത, ഒരു അടിത്തറയുമില്ലാത്ത കേവല സങ്കല്പങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഏകകോശ ജീവി ബഹുകോശ ജീവിയായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പോലും കൃത്യമായൊരു ഉത്തരം പറയാൻ നമ്മളുടെ ആരുടെയും കൈവശമില്ല. അതുകൊണ്ട് പരിണാമം ശാസ്ത്രീയമാണ്
തെളിയിക്കപ്പെട്ടതാണ് എന്നൊന്നും പറയുന്നതിന് ഒരു അടിത്തറയുമില്ല.